നമസ്കാരം, ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KSRTCയിലെ സൗജന്യ യാത്ര 19-ാം തീയതിയിലെ ബജറ്റ് പ്രഖ്യാപനത്തിൽ സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കാൻ പാക്കേജ് പ്രഖ്യാപിച്ചില്ലെങ്കിൽ സ്വകാര്യ ബസ് സമരമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ. 5000 കോടി മുതൽ മുടക്കുള്ള വ്യവസായമാണ് തങ്ങളുടേതെന്നും സ്വകാര്യ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് സർക്കാർ നയമെന്ന് പറയുമ്പോൾ ബജറ്റിനായി കാത്തിരിക്കുകയാണെന്നും ഭാരവാഹികൾ. തങ്ങളുടെ ആശങ്ക നേരത്തെ തന്നെ മുഖ്യമന്ത്രിയെ അറിയിച്ചതായും സമരത്തിന്റെ തീയതി എല്ലാ ബസ് സംഘടനകളും കൂടി തീരുമാനിക്കുമെന്നും നേതാക്കൾ. ഷൊർണൂർ നഗരസഭയിൽ സ്വച്ഛ് സർവേഷന്റെ ഭാഗമായുള്ള പരിശോധനയ്ക്ക് തുടക്കം. പരിശോധന ഡൽഹിയിൽ നിന്നും നിശ്ചയിച്ച കേരള ഏജൻസിക്ക്. പരിശോധനയ്ക്ക് 3 അംഗ സംഘം. വേസ്റ്റ് മാനേജ്മെന്റ്, നഗരത്തിലെ വൃത്തി എന്നിവ പരിശോധനയ്ക്ക് വിധേയം. വീണ്ടും ഒരു ലോകകപ്പിനെ വരവേൽക്കാൻ ഒരുങ്ങി എങ്ങുമുള്ള ആരാധകർ. 2026 ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് അർദ്ധരാത്രി മുതൽ മെക്സിക്കോ സിറ്റിയിൽ തുടക്കം. ഓരോ ഇഷ്ട ടീമുകളുടെയും പടുകൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ച് മത്സരങ്ങൾ കാണാനുള്ള തയ്യാറെടുപ്പിൽ ആരാധകർ. ഷൊർണൂർ നിളയോരത്തെ കുട്ടികളുടെ പാർക്കിന്റെ അടിഭാഗം ഗുഹയായി മാറിയെന്ന് പരാതി. കേന്ദ്ര സർക്കാർ നഗരസഭയ്ക്ക് അനുവദിച്ച 20 കോടിയിൽ 5 കോടി ചെലവിൽ നടപ്പിലാക്കുന്ന പ്രവൃത്തികൾ ആസ്തി വികസിപ്പിക്കുന്നതിന്റെ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയെന്ന് BJP. പാർക്ക് നിർമ്മാണത്തിലെ ക്രമക്കേട് അന്വേഷിക്കണമെന്നും BJP കൗൺസിലർ കൂടിയായ EP നന്ദകുമാർ. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയും സർക്കാരും ഷൊർണൂരിലെ ഇരുമ്പ് വ്യവസായത്തെ തകർക്കുകയാണെന്ന് ഭാരതീയ മസ്ദൂർ സംഘ്. തൊഴിലാളി പരിശീലന കേന്ദ്രം തുറന്നു പ്രവർത്തിക്കാൻ ഹൈക്കോടതി വിധിയുണ്ടായിട്ടും മുനിസിപ്പാലിറ്റിയും കേരള സർക്കാരും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും BMS മുനിസിപ്പൽ സമ്മേളനം ഷൊർണൂരിൽ. മങ്കര മാങ്കുറിശ്ശിയിൽ GST ഉദ്യോഗസ്ഥരുടെ വാഹന പരിശോധനയിൽ വൻതോതിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. പിക്കപ്പ് വാനിൽ നിന്ന് 99 ചാക്കുകളിൽ നിന്നായി 1,11,756 പാക്കറ്റുകൾ പോലീസ് പിടിച്ചെടുത്തു. സ്വർണ്ണഖനിയിൽ നിന്ന് നേരിട്ടെത്തിക്കുന്ന സ്വർണ്ണക്കട്ടികൾ നൽകാമെന്ന് പറഞ്ഞ് വ്യാജ സ്വർണ്ണക്കട്ടികൾ വിറ്റ് ലക്ഷങ്ങൾ തട്ടിയെടുത്ത വ്യാജസിതനെ പോലീസ് അറസ്റ്റ് ചെയ്തു. KGF സ്വാമി എന്ന് വിളിക്കുന്ന പത്തനംതിട്ട മാധവമംഗലത്ത് മനോഴിയിൽ ഷാജിയാണ് പോലീസ് പിടിയിലായത്. അട്ടപ്പാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്ക്. തൃശൂർ പൂങ്കുന്നത്തെ വീട്ടിൽ നിന്നും 18 മലമ്പാമ്പ് കുഞ്ഞുങ്ങളെ പിടികൂടി. വാർത്തകൾ വിശദമായി. KSRTCയിലെ സൗജന്യ യാത്ര. 19-ാം തീയതിയിലെ ബജറ്റ് പ്രഖ്യാപനത്തിൽ സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കാൻ പാക്കേജ് പ്രഖ്യാപിച്ചില്ലെങ്കിൽ സ്വകാര്യ ബസ് സമരമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ. 5000 കോടി മുതൽ മുടക്കുള്ള വ്യവസായമാണ് തങ്ങളുടേതെന്നും സ്വകാര്യ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് സർക്കാർ നയമെന്നും പറയുമ്പോൾ ബജറ്റിനായി കാത്തിരിക്കുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. തങ്ങളുടെ ആശങ്ക നേരത്തെ തന്നെ മുഖ്യമന്ത്രിയെ അറിയിച്ചതായും സമരത്തിന്റെ തീയതി എല്ലാ ബസ് സംഘടനകളും കൂടി തീരുമാനിക്കുമെന്നും തൃശ്ശൂരിൽ നടന്ന യോഗത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. 19-ാം തീയതിക്കുള്ളിൽ സ്വകാര്യ ബസ്സുകൾ സംരക്ഷിക്കാൻ ഞങ്ങളൊരു പാക്കേജാണ്. ഞങ്ങളിപ്പോൾ ഒരു വ്യവസായം, ഒരു സർക്കാർ ജനങ്ങൾക്ക് ജനക്ഷേമകരമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്താൻ ഒരു സർക്കാർ തീരുമാനിച്ച് അവർക്ക് സൗജന്യം കൊടുക്കാൻ പറയുമ്പോൾ ബസ് ഉടമകൾ സമരത്തിന് പോകണമെന്നുള്ള ഒരു വാക്ക് ചർച്ചയൊക്കെ ഞങ്ങളുടെ ഇടയിൽ വരാനിടയുണ്ട്. പക്ഷേ ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത്, സർക്കാർ ജനക്ഷേമകരമായിട്ടുള്ള ഒരു പ്രവർത്തനം പ്രഖ്യാപിക്കുമ്പോൾ വലിയൊരു വ്യവസായത്തെ തകർത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ഒരു പ്രഖ്യാപനം നടത്തുന്നത് എന്ന് പറയുമ്പോൾ ഇത് ഞങ്ങൾക്ക് നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ വളരെ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ ഇന്നത്തെ സംസ്ഥാന സമിതി യോഗം തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങൾ 19-ാം തീയതിക്ക് ശേഷം 19-ാം തീയതിയിലത്തെ ബഡ്ജറ്റ് പ്രസംഗത്തിന് ശേഷം ഞങ്ങൾ ബസ്സുകൾ നിർത്തിവെച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് നീങ്ങാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഇവിടെ ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന സമിതി യോഗമാണത്. സംസ്ഥാനത്ത് വേറെയും സംഘടനകളുണ്ട്. അവരൊക്കെ യോഗങ്ങൾ ഇന്നും നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. ഇതിന് ശേഷം ഞങ്ങൾ 19-ാം തീയതിക്ക് ശേഷം ഞങ്ങൾ മറ്റെല്ലാ സംഘടനകളുമായി യോജിച്ച് നിർത്തിക്കൊണ്ട് ബസ്സുകൾ നിർത്തിവെച്ചുകൊണ്ടുള്ള സംസ്ഥാന സർക്കാർ 19-ാം തീയതി ബഡ്ജറ്റ് പ്രസംഗത്തിൽ 19-ാമത്തെ ബജറ്റിന് ശേഷം ഷൊർണൂർ നഗരസഭയിൽ സ്വച്ഛ് സർവേഷന്റെ ഭാഗമായുള്ള പരിശോധന ആരംഭിച്ചു. ഡൽഹിയിൽ നിന്നും നിശ്ചയിച്ചിരുന്ന കേരളത്തിലെ ഏജൻസിയാണ് പരിശോധന നടത്തുന്നത്. വേസ്റ്റ് മാനേജ്മെന്റ്, നഗരത്തിലെ വൃത്തി അടക്കമുള്ള കാര്യങ്ങളാണ് 3 അംഗ സംഘം പരിശോധിച്ച് റിപ്പോർട്ട് അയക്കുന്നത്. ഒരാഴ്ചയോളം പരിശോധന ഉണ്ടാകും. 2025-26 സ്വച്ഛ് സർവേക്ഷന്റെ ഭാഗമായുള്ള പരിശോധനയാണ് ഷൊർണൂർ നഗരസഭയിൽ ആരംഭിച്ചിരിക്കുന്നത്. പരിശോധനയ്ക്കായി ഡൽഹിയിൽ നിന്നും നിശ്ചയിക്കുന്ന കേരളത്തിലെ ഒരു ഏജൻസിയെയാണ് പരിശോധന ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതിനായി ഇവരുടെ പ്രതിനിധികളായ കാവ്യ, വിദ്യ, ജിജിത എന്നിവരടങ്ങുന്ന 3 അംഗ സംഘമാണ് പരിശോധന നടത്തിവരുന്നത്. ഷൊർണൂർ നഗരസഭയിലെത്തിയ സംഘം
നഗരസഭ അധികാരികളെ കണ്ട ശേഷം പരിശോധന ആരംഭിച്ചു. വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം, നഗരത്തിലെ ക്ലീനിംഗ്, ആളുകൾ ഇതിനോട് എത്രമാത്രം സഹകരിക്കുന്നുണ്ട്, പബ്ലിക് ടോയ്ലറ്റ്, MCF എന്നിവിടങ്ങളിലാണ് പരിശോധന. കൂടാതെ വീടുകളിലെ ഉറവിട മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ വീടുകൾ കയറിയും സംഘം പരിശോധന നടത്തി വരുന്നുണ്ട്. നഗരസഭയുടെ MCFലും സംഘം വിശദമായി പരിശോധിച്ചു. ശുചിത്വവുമായി ബന്ധപ്പെട്ട വാചകങ്ങൾ, ചിത്രങ്ങൾ, അലങ്കാര ചെടികൾ ഉള്ള സ്ഥലങ്ങളിലെല്ലാം സംഘം പരിശോധന നടത്തി. നഗരം എത്രമാത്രം ക്ലീനാണെന്ന കാര്യങ്ങളടക്കം സംഘം പരിശോധിച്ച് വിലയിരുത്തും. പരിശോധനയുടെ ഭാഗമായി ഓരോന്നിൻ്റെയും ഫോട്ടോ എടുത്ത് റിപ്പോർട്ട് ശേഖരിച്ച ശേഷം മൊബൈൽ ആപ്പ് വഴി ഡൽഹിയിലുള്ള കമ്പനിയിലേക്ക് സംഘം റിപ്പോർട്ട് അയക്കുന്നതാണ് രീതി. 3 അംഗ സംഘത്തിന്റെ പരിശോധന ഒരാഴ്ചയോളം ഉണ്ടായിരിക്കുമെന്നാണ് അറിയുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വീണ്ടും ഒരു ലോകകപ്പ് ഫുട്ബോളിനെ വരവേൽക്കാൻ ഒരുങ്ങി എങ്ങുമുള്ള ആരാധകർ. 2026 ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് അർദ്ധരാത്രി മുതൽ മെക്സിക്കോ സിറ്റിയിൽ തുടക്കമാകും. ഓരോ ഇഷ്ട ടീമുകളുടെയും ഇഷ്ടമുള്ള പടുകൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ച മത്സരങ്ങൾ കാണാനുള്ള തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞിരിക്കുകയാണ് ആരാധകർ. ലോകം കാൽപന്തോളം കാത്തിരിക്കുന്നു ആവേശത്തോടെ വീണ്ടും ഒരു ലോകകപ്പ് ഫുട്ബോളിനെ വരവേൽക്കാൻ. എങ്ങുമുള്ള ആരാധകരും സജ്ജമായി. 2026 ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് അർദ്ധരാത്രി മുതൽ മെക്സിക്കോ സിറ്റിയിൽ കിക്ക് ഓഫ് നടക്കും. അതോടെ ഫുട്ബോൾ ആവേശത്തിന് തുടക്കം. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങളിലാണ് ഇത്തവണ മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. 40 ദിവസം നീണ്ടു നിൽക്കുന്ന ടൂർണമെൻറ്റിൽ 48 രാജ്യങ്ങൾ 100-ൽ പരം മത്സരങ്ങൾ നടക്കും. ഓരോ ഇഷ്ട ടീമുകളുടെയും പടുകൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ച് ലോകകപ്പ് ഫുട്ബോളിനെ വരവേൽക്കാൻ ഓരോ പ്രദേശങ്ങളിലെയും ആരാധകർ തയ്യാറായി കഴിഞ്ഞു. ചിലരാകട്ടെ വലിയ സ്ക്രീനുകളും സ്ഥാപിച്ച് ഫുട്ബോൾ മത്സരങ്ങൾ കാണാൻ തയ്യാറാകും. അർജന്റീന ടീമാണ് കഴിഞ്ഞ ലോകകപ്പ് നേടിയത്. അർജന്റീന, ബ്രസീൽ ടീമുകൾക്ക് പുറമെ പോർച്ചുഗൽ, ഫ്രാൻസ്, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങൾക്കും ആരാധകർ ഏറെയാണ്. ഓരോ പ്രധാനപ്പെട്ട കളിക്കാരുടെയും പടുകൂറ്റൻ ഫ്ലെക്സ് ബോർഡുകളും ഇതിനകം പലയിടത്തും സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. അത്തരത്തിൽ വലിയ ആവേശത്തിലാണ് ഫുട്ബോൾ ആരാധകർക്ക്. ഇനി ഇത്തവണ ആര് കപ്പ് നേടാനാണ് സാധ്യതയെന്ന് ആരാധകർ തന്നെ പറയും. വേൾഡ് കപ്പിന്റെ ഒരു വ്യത്യസ്തമായ ചിന്തയാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. കാലമേറെയായി വേൾഡ് കപ്പിൽ ഒരു ആഫ്രിക്കൻ വൻകരയിൽ നിന്നുള്ള ഒരു ടീമും ലോകകപ്പ് നേടിയിട്ടില്ല. എന്നാൽ ഇത്തവണ അതിന് കഴിയുന്ന തരത്തിൽ ഈജിപ്തും, ഗയാനയും, മൊറോക്കയും, സെനഗലും, സൗത്ത് ആഫ്രിക്കയും എല്ലാം നിരന്നു നിൽക്കുമ്പോൾ ലോകകപ്പിന്റെ സ്ഥിരം ഫേവറേറ്റുകളായ ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, ഇംഗ്ലണ്ട് അങ്ങനെ തുടങ്ങുന്ന ആ നിരയിൽ നിന്നും വ്യത്യസ്തമായി കൊണ്ട് ഒരു നല്ലൊരു വിജയം ആഫ്രിക്കൻ വൻകരയിൽ നിന്നും ഈ ടീമുകൾ ഉണ്ടാക്കിയെടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും എന്റെ ഫേവറേറ്റ് ടീം അതിൽ മൊറോക്കയാണെന്ന് കൂടെ പറയുവാൻ. വേൾഡ് കപ്പില് എനിക്ക് എല്ലാ ടീമും ഇഷ്ടമാണ്. പക്ഷേ ചെറുപ്പം തൊട്ടേ എൻ്റെ ഒരു ടീം പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയാണ്. അപ്പോൾ ജർമ്മനി ജയിക്കുന്നതിനാണ് എൻ്റെ ആഗ്രഹം എന്ന് വിചാരിക്കണം. നല്ല ടീമുകളാണ്, ഒന്നുകൂടി ബെറ്റർ ടീമുകളാണ്. പക്ഷെ മാറിയ ടീമുകൾ എന്നാലും അർജന്റീനയാണ് വേൾഡ് കപ്പ്. ന്യൂസ് ഡെസ്ക്, STV ന്യൂസ്. ഷൊർണൂർ നിലയോരത്തെ കുട്ടികളുടെ പാർക്കിന്റെ അടിഭാഗം ഗുഹയായി മാറിയിരിക്കുന്നതായി പരാതി. കേന്ദ്ര സർക്കാർ നഗരസഭയ്ക്ക് അനുവദിച്ച 20 കോടിയിൽ 5 കോടി ചെലവാക്കി നടപ്പിലാക്കുന്ന പ്രവൃത്തികൾ ആസ്തി വികസിപ്പിക്കുന്നതിന്റെ യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെയെന്ന് BJP ആരോപിച്ചു. പാർക്ക് നിർമ്മാണത്തിലുണ്ടായ ക്രമക്കേട് അന്വേഷിക്കണമെന്നും ഇതിനെതിരെ ശക്തമായ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും BJP കൗൺസിലർ കൂടിയായ EP നന്ദകുമാർ പറഞ്ഞു. മഴക്കാലം തുടങ്ങി. ഏതു നിമിഷവും അത് പുഴയിലേക്ക് തകർന്നു വീണേക്കാം. ശാന്തി തീരത്തിന് വശം അശാന്തിയുടെ തീരമായി മാറിയിരിക്കുന്നു. നമ്പർ റോഡിന്റെ പാർശ്വഭാഗങ്ങളിൽ ഇടിഞ്ഞ ഗർത്തങ്ങൾ രൂപപ്പെട്ടു കഴിഞ്ഞു. കോടികൾ മുടക്കി നിർമ്മിക്കുന്ന നീലാതീര സംരക്ഷണ ഭിത്തിയുടെ പണി നാമമാത്രമായി ജോലിക്കാരാൽ ഇഴഞ്ഞു നീങ്ങുന്നു. മഴ ശക്തമായാൽ പുഴയിൽ കുത്തൊഴുക്ക് കൂടിയ ഇതുവരെ ചെയ്ത പണികൾ ഒരുപക്ഷെ പുഴയിൽ ഒലിച്ചുപോയി എന്നും സംഭവിക്കാം. കൃത്യമായ മേൽനോട്ടത്തിന്റെ കുറവുകൊണ്ടോ എന്ന് സംശയിച്ചാൽ കുറ്റം പറയാനാവില്ല. കോടികൾ മുടക്കി നിർമ്മിക്കുന്ന വലിയ പ്രോജക്റ്റാണിത്. നിലവിൽ വിരലെണ്ണാവുന്ന ജോലിക്കാർ കിഴക്കുവശത്തായി ഉയരം കൂട്ടുന്ന പണിയെടുക്കുന്നു. ഈ പ്രവൃത്തി കുട്ടികളുടെ പാർക്കെടുത്ത് ആദ്യമേ ചെയ്തിരുന്നെങ്കിൽ അതിന് സംരക്ഷണം ഉറപ്പാക്കാമായിരുന്നു. വേണ്ട അധികാരികൾ നിലാതീര സുരക്ഷ ശക്തമാക്കണം. പണി തീരുന്നതുവരെ കുട്ടികൾക്കും പൊതുജനങ്ങൾക്കും ഈ പ്രദേശത്ത് വിലക്കേർപ്പെടുത്തുന്ന ആവശ്യം ശക്തമാണ്. ഭാരതപ്പുഴ സൗന്ദര്യത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ അനുവദിച്ച 20 കോടിയിൽ ആദ്യത്തെ ഗഡു 5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഷൊർണൂർ ഭാരതപ്പുഴ തീരത്ത് താൽക്കാലികമായി കെട്ടിയ ഒരു പ്രവൃത്തി അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല.
എന്ന് മാത്രമല്ല കെട്ടിയത് അത് തകർന്നിരിക്കുന്ന സാഹചര്യമാണുള്ളത്. വലിയ രീതിയിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാണ് നഗരസഭകളുടെ ആസ്തി വികസനത്തിനു വേണ്ടി കേന്ദ്ര സർക്കാർ നഗരസഭയ്ക്ക് അനുവദിച്ച ഈ തുക ആസ്തി വികസനത്തിന്റെ യാതൊരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഈ പ്രവൃത്തിയുമായി മുന്നോട്ടു പോകുന്നത്. ഇതിലുണ്ടായിരുന്ന ക്രമക്കേട് അന്വേഷിക്കണമെന്നും ഇതിനെതിരെ ശക്തമായ നടപടിയുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ടു പോകുമെന്നും നഗരസഭ BJP കൗൺസിൽ EP നന്ദകുമാർ പറഞ്ഞു. ഭാരതപ്പുഴ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ അനുവദിച്ച 20 കോടിയിൽ ആദ്യത്തെ ഗഡു 5 കോടി, ആ 5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഷൊർണൂർ ഭാരതപ്പുഴയുടെ തീരത്ത് താൽക്കാലികമായി കെട്ടിയ ഒരു പ്രവൃത്തി അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കെട്ടിയത് അത് തകർന്നിരിക്കുന്ന സാഹചര്യമാണല്ലോ. ഇത് സൂചിപ്പിക്കുന്നത് വലിയ രീതിയിലുള്ള ക്രമക്കേട് ഇതിൽ നടന്നിട്ടുണ്ട്. നഗരസഭകളുടെ ആസ്തി വികസിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നഗരസഭയ്ക്ക് അനുവദിച്ച ഈ തുക ആസ്തി വികസിപ്പിക്കുന്നതിൻ്റെ യാതൊരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഈ പ്രവൃത്തിയായി മുന്നോട്ട് പോകുന്നത്. ഇതിലുണ്ടായിരുന്ന ക്രമക്കേട് ഇത് അന്വേഷിക്കണമെന്നും ഇതിനെതിരെ ശക്തമായ നടപടിയുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയും കേരള സർക്കാരും ഷൊർണൂരിലെ ഇരുമ്പ് വ്യവസായത്തെ തകർക്കുകയാണെന്നും ഈ മേഖലയിൽ തൊഴിലാളികളുടെ ലഭ്യത കുറവ് ഇതിനൊരു കാരണമാണെന്നും ഭാരതീയ മസ്ദൂർ സംഘ്. തൊഴിലാളി പരിശീലന കേന്ദ്രം തുറന്നു പ്രവർത്തിക്കാൻ ഹൈക്കോടതി വിധി ഉണ്ടായിട്ടും മുനിസിപ്പാലിറ്റിയും കേരള സർക്കാരും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ഇത് കോടതി അലക്ഷ്യമാണെന്നും BMS സംസ്ഥാന ട്രഷറർ C ബാലചന്ദ്രൻ പറഞ്ഞു. BMS ഷൊർണൂർ മുനിസിപ്പൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയും കേരള സർക്കാരും ഷൊർണൂരിലെ ഇരുമ്പുരുക്ക വ്യവസായത്തെ തകർക്കുകയാണെന്നും ഈ മേഖലയിൽ തൊഴിലാളികളുടെ ലഭ്യതക്കുറവ് ഇതിന് ഒരു കാരണമാണെന്നും തൊഴിലാളി പരിശീലന കേന്ദ്രം തുറന്നു പ്രവർത്തിക്കുവാൻ ഹൈക്കോടതി വിധി ഉണ്ടായിട്ടും മുനിസിപ്പാലിറ്റിയും കേരള സർക്കാരും ഇത് പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിക്കുന്നില്ലെന്നും കോടതി അലക്ഷ്യമാണ് സർക്കാർ ചെയ്യുന്നതെന്നും തൊഴിലാളി പരിശീലന കേന്ദ്രം ഉടൻ തുറന്നു പ്രവർത്തിക്കണമെന്നും BMS സ്റ്റേറ്റ് ട്രഷറർ C ബാലചന്ദ്രൻ BMS ഷൊർണൂർ മുനിസിപ്പൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇന്ന് ലോകരാജ്യങ്ങളിൽ എല്ലാവർക്കും ഭയമുള്ള ഒരു രാജ്യം ഭാരതമാണ്. ഭാരതമാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന. നമ്മുടെ 140 കോടിയിലധികം 145 കോടിയിലധികം ആളുകൾ നമ്മൾ ഇന്ന് ഈ രാജ്യത്തുണ്ട്. നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുകയാണ്. നമുക്ക് ആ തീരുമാനിക്കാനുള്ള ഇച്ഛാശക്തി ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മളെ വീട്ടിൽ കോൾഗേറ്റ് വേസ്റ്റ് വാങ്ങാൻ തീരുമാനിച്ചാൽ നമ്മുടെ വീട്ടിൽ ലക്സ് സോപ്പ്, ഹമാം സോപ്പ് വാങ്ങാൻ തീരുമാനിച്ചാൽ നാം ഫെയർ ആൻഡ് ലവ്ലികളുടെ മുഖത്ത് നിൽക്കുന്ന ക്രീമുണ്ട്. ഞാൻ ചില പേരുകൾ ഹിന്ദുസ്ഥാനികളുടെ ചില പേരുകൾ മാത്രം പറയുന്നു. മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് N സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ സെക്രട്ടറി KM അർജുൻകുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറൂട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി. മേഖലാ ഭാരവാഹികളായ NG അശോകൻ, P വിജയൻ, സിന്ധു TP, C മനോജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അട്ടപ്പാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വിവിധ സ്ഥലങ്ങളിലായി 3 പേർക്ക് പരിക്കേറ്റു. അട്ടപ്പാടി ചിറ്റൂരിൽ ഓട്ടോയിൽ വരികയായിരുന്ന 2 പേരെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. മിനി ഷാജി, ഓട്ടോ ഡ്രൈവർ പ്രസാദ് എന്നിവരെയാണ് കാട്ടാന ആക്രമിച്ചത്. മുള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവിനാണ് പരിക്കേറ്റത്. മുള്ളി സ്വദേശി വെള്ളങ്കിരിക്കാണ് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെയായിരുന്നു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. സ്വർണ്ണഖനിയിൽ നിന്ന് നേരിട്ടെത്തിക്കുന്ന സ്വർണ്ണക്കട്ടികൾ നൽകാമെന്ന് പറഞ്ഞ് വ്യാജ സ്വർണ്ണക്കട്ടികൾ വിൽപ്പന നടത്തി ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്ത കേസിൽ വ്യാജസിദ്ധനെ പോലീസ് അറസ്റ്റ് ചെയ്തു. KGF സ്വാമി എന്ന് വിളിക്കുന്ന പത്തനംതിട്ട മാധവമംഗലത്ത് മനോഴിയിൽ വീട്ടിൽ 61 വയസ്സുള്ള ഷാജിയെയാണ് തൃശൂർ റൂറൽ പോലീസ് പിടികൂടിയത്. KGF സ്വാമി എന്ന് വിളിക്കുന്ന പത്തനംതിട്ട മാധവമംഗലത്ത് മനാഴിയിൽ വീട്ടിൽ 61 വയസ്സുള്ള ഷാജിയാണ് തൃശൂർ റൂറൽ പോലീസ് പിടികൂടിയത്. കൊടുങ്ങല്ലൂർ ഉഴുവത്ത് കടവിലുള്ള വാടക വീട്ടിൽ നിന്നുമാണ് ഇയാൾ പിടിയിലായത്. സമാനമായ രീതിയിൽ ഇയാൾ നിരവധി തട്ടിപ്പ് നടത്തിയായി സൂചനയുണ്ട്. റൂറൽ SP B കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ഇയാൾ പിടിയിലായത്. വ്യാജ സ്വർണ്ണ ഗണപതി വിഗ്രഹം ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതിയാണ് ഇയാൾ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മങ്കര മാങ്കുറിശ്ശിയിൽ GST ഉദ്യോഗസ്ഥരുടെ വാഹന പരിശോധനയിൽ വൻതോതിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. 99 ചാക്കുകളിൽ നിന്നായി 1,11,756 പാക്കറ്റുകളാണ് പിക്കപ്പ് വാനിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തത്. വ്യാഴാഴ്ച പുലർച്ചെ 3 മണിയോടുകൂടിയായിരുന്നു GST ഉദ്യോഗസ്ഥരുടെ വാഹന പരിശോധന. ഇതിനിടെ പാലക്കാട് ഭാഗത്തു നിന്നും ഒറ്റപ്പാലം ഭാഗത്തേക്ക് പോകുന്ന KL 70 H3009 നമ്പർ ബലോറോ മാക്സ് പിക്കപ്പ് വാൻ തടയുകയും വാഹനം തടഞ്ഞ ഉടനെ ഡ്രൈവർ ഓടി രക്ഷപ്പെടുകയുമായിരുന്നു. തുടർന്ന് GST വകുപ്പ് ഉദ്യോഗസ്ഥർ മങ്കര പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് SI പൗലോസ്, SI സഹിദ്, ASI
ഹാബിഷ, SCPO ശ്രീകൃഷ്ണകുമാർ, KHG രാമകൃഷ്ണൻ എന്നിവരും GST ഉദ്യോഗസ്ഥരും വാഹനം പരിശോധിച്ചതിൽ നിരവധി ചാക്കുകളിലായി നിരോധിത പാൻ മസാലകൾ കണ്ടെത്തുകയും തുടർന്ന് വാൻ സ്റ്റേഷനിലെത്തിച്ച് പരിശോധന നടത്തിയതിൽ 37,500 ഹാൻഡ്സ് പാക്കറ്റുകളും 13,056 ഷിഖാർ പാൻ മസാലകളും 31,200 വിമൽ പാൻ മസാലകളും 30,000 V1 ടുബാക്കോ പാക്കറ്റുകളും കണ്ടെടുത്തു. 99 ചാക്കുകളിലായിട്ടായിരുന്നു ഇവ ശേഖരിച്ചിരുന്നത്. പിക്കപ്പ് വാൻ വരികയും അത് തടഞ്ഞു നിർത്തി സാധനങ്ങൾ പരിശോധിച്ചപ്പോൾ ഡ്രൈവർ അറിഞ്ഞ് ഓടിക്കുകയും ചെയ്തിട്ടാണ്. തുടർന്ന് പോലീസിനെ വിവരറിയിച്ച് നൈറ്റ് പാർട്ടി ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അതിന് പുകയിലമായ ഹാൻഡ്സാണെന്ന് ഒഴിവാക്കിയതാണ്. തുടർന്ന് വാഹനം സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് അത് പൊട്ടിച്ച് നോക്കിയപ്പോൾ അതിൽ 50 ചാക്ക് ഹാൻഡ്സും ബാക്കിയുള്ളത് പാൻ മസാലയും ആണെന്ന് ഉറപ്പായിട്ടതാണ്. പ്രതികരിക്കാൻ അന്വേഷിച്ചപ്പോൾ പ്രതി കണ്ടുപിടിക്കാത്തതും ഈ സാധനങ്ങളും മുതലുകൾ കണ്ടുപിടിച്ചെടുത്ത് കോടതി കൊടുക്കുന്നുണ്ട്. വണ്ടി കോടതി കൊടുക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തൃശൂർ പൂങ്കുന്നത്ത് വീട്ടിൽ നിന്നും 18 മലമ്പാമ്പ് കുഞ്ഞുങ്ങളെ പിടികൂടി. പൂങ്കുന്നം സ്വദേശി കാർത്തികിന്റെ വീട്ടിൽ നിന്നുമാണ് 24 മണിക്കൂറിനുള്ളിൽ 18 പാമ്പിൻ കുഞ്ഞുങ്ങളെ പിടികൂടിയത്. 10 പാമ്പുകളെ കഴിഞ്ഞ ദിവസം രാത്രിയും 8 പാമ്പുകളെ വ്യാഴാഴ്ച രാവിലെയുമാണ് പിടികൂടിയത്. കാർത്തികിന്റെ സ്കൂട്ടറിനുള്ളിൽ നിന്നുമാണ് വനംവകുപ്പ് സർപ്പ വോളണ്ടിയർ പാമ്പിനെ കണ്ടെടുത്തത്. പാമ്പിനെ വനംവകുപ്പിന് കൈമാറി. ജനകീയ ആവശ്യങ്ങൾക്ക് അതിവേഗം പരിഹാരം കാണാനായി ആധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി പാലക്കാട് രമേശ് പിഷാരടിയുടെ MLA ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ഓഫീസിന്റെ ഉദ്ഘാടനം VK ശ്രീകണ്ഠൻ MP നിർവഹിച്ചു. കുന്നത്തൂർമേട് ലക്ഷ്മി ആശുപത്രിക്ക് സമീപം ദുർഗാനഗറിലാണ് MLA ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായാണ് കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ പ്രവർത്തിക്കുന്നതെന്ന് VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. രാഷ്ട്രീയ എതിരാളികളുടെ ആവശ്യങ്ങൾ പോലും പരിഗണിച്ച് വേണം ജനപ്രതിനിധികൾ പ്രവർത്തിക്കാൻ. അടിയുറച്ച രാഷ്ട്രീയക്കാരനായ രമേശ് പിഷാരടിക്ക് ഇതിന് കഴിയുമെന്നും VK ശ്രീകണ്ഠൻ കൂട്ടിച്ചേർത്തു. ഒരാളാണ് ഇത്. ആദ്യമായിട്ടല്ല രമേശ് പിഷാരടി UDFന്റെയോ കോൺഗ്രസിന്റെയോ പ്ലാറ്റ്ഫോമിൽ വരുന്നു. ഒരു സ്ഥാനാർത്ഥിയായി വന്നതല്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നിൽക്കുന്ന ആ ഫീൽഡിൽ നിന്നും ആ മേഖലയിൽ നിന്നും അചഞ്ചലമായ ഒരു നിലപാട് പ്രഖ്യാപിച്ച് സധൈര്യം ഒരു ഭരണോ ഒരു മറ്റ് സൗകര്യങ്ങളോ ഒന്നും നോക്കിയല്ല, അദ്ദേഹത്തിന്റെ ആശയങ്ങളാണ് മുറുകെ പിടിച്ച് നിന്നിരുന്നത്. അതിന് കിട്ടിയ അംഗീകാരമാണ് സ്ഥാനാർത്ഥിത്വം. അത് പാലക്കാട്ടെ ജനങ്ങൾ സ്വീകരിച്ചതാണ് അദ്ദേഹത്തിന്റെ MLA പദവി. 111 ദിവസങ്ങൾ കൊണ്ട് 111 പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്ന് രമേശ് പിഷാരടി MLA പറഞ്ഞു. പിരായിരി മെട്രോ നഗറിലെ കുടിവെള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് പദ്ധതി പ്രഖ്യാപനം നടത്തിയത്. വിദ്യാഭ്യാസം, ആരോഗ്യം, പൊതുമരാമത്ത് തുടങ്ങിയ വിഭാഗങ്ങളിലാണ് പദ്ധതി പ്രഖ്യാപനം. ജനകീയ ആവശ്യങ്ങൾ മുൻനിർത്തി മണ്ഡലത്തിൽ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും രമേശ് പിഷാരടി പറഞ്ഞു. KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ, സെക്രട്ടറിമാരായ PV രാജേഷ്, P ബാലഗോപാൽ, UDF ജില്ലാ ചെയർമാൻ മരക്കാർമാരായ മംഗലം, MM ഹമീദ്, ബ്ലോക്ക് പ്രസിഡന്റുമാർ, മണ്ഡലം ഭാരവാഹികൾ, DCC ഭാരവാഹികൾ, വിവിധ ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നാടിനൊരു കരുതൽ, കർഷകനൊരു കൈത്താങ്ങ് എന്ന സന്ദേശവുമായി ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ വാർഡ് തല ക്യാമ്പയിന് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ ഉദ്ഘാടനം ചെയ്തു. അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ, കേര ക്ലസ്റ്റർ രൂപീകരണം, റബ്ബർ കർഷക രജിസ്ട്രേഷൻ എന്നിവയും നടന്നു. നാടിനൊരു കരുതൽ, കർഷകർക്കൊരു കൈത്താങ്ങ് എന്ന സന്ദേശവുമായി ഓങ്ങല്ലൂർ പഞ്ചായത്ത് കൃഷിഭവനും ഓങ്ങല്ലൂർ കിസാൻ സർവീസ് സൊസൈറ്റിയും സംയുക്തമായാണ് വാർഡ് തല ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ആദ്യ ക്യാമ്പയിനാണ് കൂമ്പങ്കലിലെ കൂട്ടായിത്തെരുവ് പ്രദേശത്ത് ആരംഭിച്ചത്. കൂട്ടായിത്തെരുവ് മദ്രസ ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പയിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ നിർവഹിച്ചു. ചിലപ്പോൾ റേഷൻ ചെയ്യുന്ന ആളുകളുണ്ടാവും, അതിനോടൊപ്പം തന്നെ അതിൻ്റെ മുന്നേ വന്ന ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെ കുറേ നേരം ഇരിക്കുമ്പോൾ വയസ്സായ കർഷകർക്ക് എന്തെങ്കിലും രജിസ്ട്രേഷൻ വേണ്ട എന്ന് പറഞ്ഞ് അവസ്ഥ. അക്ഷയയിൽ നമ്മൾ പോകുകയാണെന്ന് വെച്ചാൽ അക്ഷയയിൽ പോകുമ്പോൾ ഇവിടുന്ന് അക്ഷയയിലേക്ക് എത്തണമെങ്കിൽ ഓട്ടോറിക്ഷ കൊടുക്കണം. ആ ഓട്ടോറിക്ഷ വിളിച്ചാൽ ഓട്ടോറിക്ഷ ചാർജ് കൊടുക്കണം. അവിടെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അക്ഷയക്കാർ പറയുന്ന 60 100 ആൾക്കാർക്ക് അത് കൊടുക്കണം, അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ അതും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എന്ന് കരുതി ആളുകൾ രജിസ്ട്രേഷൻ ചെയ്യും. അപ്പോൾ ഇതിനൊക്കെ തന്നെ ഒന്ന് ലഘൂകരിക്കുക എന്നതാണ് പഞ്ചായത്തിനോട് ഉദ്ദേശിക്കുന്നത്. കർഷകർക്ക് കിട്ടേണ്ട ഏത് സർക്കാരുകളാണോ കൊടുക്കുന്നത് കർഷകർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ അത് കൃത്യമായി കർഷകരുടെ കയ്യിലേക്ക് ഇടനിലക്കാരില്ലാതെ എത്തിച്ചു കൊടുക്കാം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഇടനിലക്കാരില്ലാതെ അത് കർഷക. ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP വിജയകുമാർ അധ്യക്ഷനായി. മെമ്പർമാരായ സഹീന സജിത, കൃഷി ഓഫീസർ ഹാര്യകൃഷ്ണ, സോജ, പാടശേഖര സമിതി സെക്രട്ടറി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ,
കേര ക്ലസ്റ്റർ രൂപീകരണം, ജൈവ കർഷക രജിസ്ട്രേഷൻ എന്നിവയും നടന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. സംസ്ഥാനത്ത് സ്കൂളുകളിലെ കണക്കെടുപ്പ് പൂർത്തിയായപ്പോൾ തൃശൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ 1-ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയത് ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂളിലാണ്. 128 വിദ്യാർത്ഥികളാണ് 1-ാം ക്ലാസ്സിൽ മാത്രം പ്രവേശനം നേടിയത്. സംസ്ഥാനത്തെ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കണക്കെടുപ്പ് പൂർത്തിയായപ്പോൾ ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂളിന്റെ മികച്ച നേട്ടം. തൃശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ 1-ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ സർക്കാർ സ്കൂൾ ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂളാണ്. കഴിഞ്ഞ 1-2 വർഷങ്ങളിൽ ഒഴികെ നിരന്തരം വർഷങ്ങളായി ഈ നേട്ടം കരസ്ഥമാക്കുന്ന വിദ്യാലയം കൂടിയാണിത്. ഇത്തവണ 128 വിദ്യാർത്ഥികളാണ് 1-ാം ക്ലാസ്സിൽ മാത്രം പ്രവേശനം നേടിയത്. 100ഓളം വിദ്യാർത്ഥികൾ KG വിഭാഗത്തിലും പ്രവേശനം നേടി. വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടലുകളും സ്കൂളിന്റെ പശ്ചാത്തല സൗകര്യ വികസനവുമാണ് ഈ നേട്ടത്തിന് കാരണം. പ്രധാന അധ്യാപകനായ PK മോഹനന്റെ നേതൃത്വത്തിൽ അധ്യാപകരും PTA പ്രസിഡന്റ് NJ നിഷാദിന്റെ നേതൃത്വത്തിൽ രക്ഷാകർതൃ സമിതികളുടെയും പ്രവർത്തനങ്ങളാണ് സ്കൂളിന്റെ മികവിന് കാരണം. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ഈ വിദ്യാലയത്തിൽ MLA കിഫ്ബി ഫണ്ടുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടങ്ങളും ഡിജിറ്റൽ ക്ലാസ് മുറികളും സർവശിക്ഷ കേരള പദ്ധതിയിൽ വർണ്ണക്കൂടാരവും പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് കവാടവും ഗേറ്റും തുടങ്ങി മികച്ച സൗകര്യങ്ങളാണ് ഈ വിദ്യാലയത്തിൽ ഒരുക്കി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച പരിചരണത്തിൽ വിവിധ മത്സര പരീക്ഷകൾ കലാകായിക രംഗങ്ങളിലും സ്കൂൾ മുന്നിലാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചെറുതുരുത്തി ഗവൺമെൻറ് LP സ്കൂളിൽ മികച്ച അഡ്മിഷനാണ് നടത്തുന്നത്. കഴിഞ്ഞ 1-2 വർഷങ്ങളിൽ ഞങ്ങൾ ജില്ലയിലെ ഗവൺമെൻറ് LP സ്കൂളുകളിൽ അഡ്മിഷൻ്റെ കാര്യത്തിൽ കുറച്ച് പുറകിലേക്ക് പോയെങ്കിലും ഈ വർഷം വളരെ ശക്തിയോടെ നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ജില്ലയിലെ കഴിഞ്ഞ 6-ാം പ്രവൃത്തി ദിവസത്തെ റിപ്പോർട്ടുകൾ നോക്കിയപ്പോൾ ജില്ലയിലെ ഗവൺമെൻറ് LP വിദ്യാലയങ്ങളിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ അഡ്മിറ്റ് ചെയ്ത് 128 കുട്ടികളെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ വർഷത്തേക്കാൾ അഡ്മിഷൻ ഉയർത്തി ഈ വർഷം ചെറുതുരുത്തി ഗവൺമെൻറ് LP സ്കൂൾ മികവിൻ്റെ പാതയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അർപ്പണബോധത്തോടെയുള്ള ഇവിടുത്തെ അധ്യാപകരുടെയും PTA, SMC, MBTA തുടങ്ങിയവരുടെ പ്രവർത്തനത്തിൻ്റെയും ഫലമായിട്ടാണ് ഇത്തരത്തിലൊരു നേട്ടം സ്കൂളിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KSRTCയിലെ സൗജന്യ യാത്ര 19-ാം തീയതിയിലെ ബജറ്റ് പ്രഖ്യാപനത്തിൽ സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കാൻ പാക്കേജ് പ്രഖ്യാപിച്ചില്ലെങ്കിൽ സ്വകാര്യ ബസ് സമരമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ. 5000 കോടി മുതൽ മുടക്കുള്ള വ്യവസായമാണ് തങ്ങളുടേതെന്നും സ്വകാര്യ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് സർക്കാർ നയമെന്ന് പറയുമ്പോൾ ബജറ്റിനായി കാത്തിരിക്കുകയാണെന്നും ഭാരവാഹികൾ. തങ്ങളുടെ ആശങ്ക നേരത്തെ തന്നെ മുഖ്യമന്ത്രിയെ അറിയിച്ചതായും സമരത്തിന്റെ തീയതി എല്ലാ ബസ് സംഘടനകളും കൂടി തീരുമാനിക്കുമെന്നും നേതാക്കൾ. ഷൊർണൂർ നഗരസഭയിൽ സ്വച്ഛ് സർവേഷന്റെ ഭാഗമായുള്ള പരിശോധനയ്ക്ക് തുടക്കം. പരിശോധന ഡൽഹിയിൽ നിന്നും നിശ്ചയിച്ച കേരള ഏജൻസിക്ക്. പരിശോധനയ്ക്ക് 3-അംഗ സംഘം. വേസ്റ്റ് മാനേജ്മെന്റ്, നഗരത്തിലെ വൃത്തി എന്നിവ പരിശോധനയ്ക്ക് വിധേയം. വീണ്ടും ഒരു ലോകകപ്പിനെ വരവേൽക്കാൻ ഒരുങ്ങി എങ്ങുമുള്ള ആരാധകർ. 2026 ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് അർദ്ധരാത്രി മുതൽ മെക്സിക്കോ സിറ്റിയിൽ തുടക്കം. ഓരോ ഇഷ്ട ടീമുകളുടെയും പടുകൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ച് മത്സരങ്ങൾ കാണാനുള്ള തയ്യാറെടുപ്പിൽ ആരാധകർ. ഷൊർണൂർ നിളയോരത്തെ കുട്ടികളുടെ പാർക്കിന്റെ അടിഭാഗം ഗുഹയായി മാറിയെന്ന് പരാതി. കേന്ദ്ര സർക്കാർ നഗരസഭയ്ക്ക് അനുവദിച്ച 20 കോടിയിൽ 5 കോടി ചെലവിൽ നടപ്പിലാക്കുന്ന പ്രവൃത്തികൾ ആസ്തി വികസിപ്പിക്കുന്നതിന്റെ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയെന്ന് BJP. പാർക്ക് നിർമ്മാണത്തിലെ ക്രമക്കേട് അന്വേഷിക്കണമെന്നും BJP കൗൺസിലർ കൂടിയായ EP നന്ദകുമാർ. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയും സർക്കാരും ഷൊർണൂരിലെ ഇരുമ്പ് വ്യവസായത്തെ തകർക്കുകയാണെന്ന് ഭാരതീയ മസ്ദൂർ സംഘ്. തൊഴിലാളി പരിശീലന കേന്ദ്രം തുറന്നു പ്രവർത്തിക്കാൻ ഹൈക്കോടതി വിധിയുണ്ടായിട്ടും മുനിസിപ്പാലിറ്റിയും കേരള സർക്കാരും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും BMS മുനിസിപ്പൽ സമ്മേളനം ഷൊർണൂരിൽ. മങ്കര മാങ്കുറിശ്ശിയിൽ GST ഉദ്യോഗസ്ഥരുടെ വാഹന പരിശോധനയിൽ വൻതോതിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. പിക്കപ്പ് വാനിൽ നിന്ന് 99 ചാക്കുകളിൽ നിന്നായി 1,11,756 പാക്കറ്റുകൾ പോലീസ് പിടിച്ചെടുത്തു. സ്വർണ്ണഖനിയിൽ നിന്ന് നേരിട്ടെത്തിക്കുന്ന സ്വർണ്ണക്കട്ടികൾ നൽകാമെന്ന് പറഞ്ഞ് വ്യാജ സ്വർണ്ണക്കട്ടികൾ വിറ്റ് ലക്ഷങ്ങൾ തട്ടിയെടുത്ത വ്യാജസിതനെ പോലീസ് അറസ്റ്റ് ചെയ്തു. KGF സ്വാമി എന്ന് വിളിക്കുന്ന പത്തനംതിട്ട മാധവമംഗലത്ത് മനോഴിയിൽ ഷാജിയാണ് പോലീസ് പിടിയിലായത്. അട്ടപ്പാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്ക്. തൃശൂർ പൂങ്കുന്നത്തെ വീട്ടിൽ നിന്നും 18 മലമ്പാമ്പ് കുഞ്ഞുങ്ങളെ പിടികൂടി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.